ഒരു മദ്യം വിൽക്കുന്നുണ്ട് നമ്മുടെ നാട്. ഇവിടെയൊക്കെ മദ്യം വിൽക്കുക കേട്ടോ ശരിക്കും. ഇതാ കണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് വിൽക്കുന്നത് കാണാൻ പറ്റും. ഇടയ്ക്ക് ചത്തിക്കും കേട്ടോ, ഒന്ന് വീണുപോയി. റോഡ് സൈഡിലൊക്കെ, റോഡ് സൈഡിൽ നല്ല രസമില്ലേ കാണാനായിട്ട്, അവരെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് പുതിയൊരു വർഷം കേട്ടോ. അതായത് 2025 ആയി. അതായത് ഹാപ്പി ന്യൂ ഇയർ അല്ലേ. പുതിയൊരു വർഷത്തിൽ പുതിയൊരു വ്ലോഗ് തുടങ്ങാൻ പോവാണ്. നമ്മളിപ്പോൾ പോക്കാരയിലെ ഫ്യൂവ ലേക്സിന്റെ സൈഡിലാണ് ഉള്ളത്. അവിടെ നോക്കിയാൽ ജനസാഗരം കേട്ടോ, ഫുള്ള് ജനങ്ങൾ ബേക്കിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പുതിയ കാഴ്ചയാണ് 2024 കഴിഞ്ഞ് 2025 ന്യൂ ഇയർ ആഘോഷങ്ങളുടെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോവുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. രണ്ടാം ദിവസം പൊക്കാരയിലെ ലേക്കിന്റെ സൈഡിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ 5 ഓയിലിന്റെ സാധനമൊക്കെ വെച്ചാണ്ടോ, ഇത് ഇവിടുന്ന് വാങ്ങിച്ചതാണ്. 150 നേപ്പാളീസായി. അപ്പോൾ വില പേശി വാങ്ങിയതാണ് കേട്ടോ. ഇവിടുത്തെ പിള്ളേരെ കൊണ്ട് തന്നെ വില പേശി വാങ്ങിപ്പിച്ച് ഞങ്ങൾ വെറുതെ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. ഇന്നലെ കാണിച്ച കാഴ്ചകളായിരിക്കും ഇത് പുതിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോൻ്റെ അകത്ത് പുതിയ കാഴ്ചകളായിരിക്കും കാണുന്നത്. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് നിൽക്കുന്നത്. ഇവിടെയൊക്കെ സ്ട്രീറ്റ് ഫുഡ്, അതായത് ഓരോ സ്ഥലത്തു നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ സ്റ്റാൾ പോലെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. നാളെ അല്ലേ ന്യൂ ഇയറിന്റെ രാത്രി? കിടിലം പരിപാടിയായിരിക്കും. ഫുൾ പോലീസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട് ഈ റൂട്ടിൽ കൂടിയൊക്കെ. അപ്പൊ എന്താ മോയിലച്ചാറ്, മോയിലച്ചാറാണ്. അപ്പൊ നമ്മൾ കാഴ്ച കണ്ടുകൊണ്ട് പോവാ കേട്ടോ. ഇതുണ്ടോ 5ന്റെ പുതിയ മോയലാണ്. മോയൽ തൊപ്പിന്റെ ലൈറ്റൊക്കെ തൊപ്പിയും വെച്ചോണ്ടല്ല, സാധനം വെച്ചോണ്ട് നടക്കാണ് തലയിലൊന്നുമില്ലെങ്കിലും തലയിലൊന്നുമില്ലാന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് വെച്ചിരിക്കുന്നത്. സ്ട്രീറ്റിന് സൈഡിൽ കൂടിയാട്ടോ നടക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ആദ്യം കണ്ടതിനെക്കാട്ടിയും പൈസ കുറച്ചിട്ടൊക്കെ ജാക്കറ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്താണെങ്കിൽ ഫുഡിൻ്റെ സ്ഥലങ്ങളാണ് കൂടുതൽ, എല്ലാ സ്ഥലത്തും ഫുഡാണ് കൂടുതൽ. പിന്നെ ഇവരെ കുറേ കലാപരിപാടികൾ കഴിഞ്ഞ വീഡിയോൻ്റെ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓരോ ദിവസമായിട്ട് ഞങ്ങളിങ്ങനെ കയറി ഇറങ്ങും ഇവിടെ. നാളെ ന്യൂ ഇയർ ആണ്, അപ്പോൾ നാളെ ഞങ്ങൾ കയറി ഇറങ്ങും, ഇന്നും കയറി ഇറങ്ങും. ഇവരുടെ ഒരു കലാപരിപാടിയാണ് ഇത്. എന്താണെന്ന് അറിയില്ല. ഇവിടെ ഓരോ സ്റ്റേജിൻ്റെ അകത്ത് ഇവരെ നാടോടികളുടെ ഭാഗമായിട്ടുള്ള, അതായത് ഇവരെ തന്നെ ലോക്കൽ ഇതല്ലേ, അതിൻ്റെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും. അതിലൊന്നാട്ടോ ഇത്. നല്ല രസമില്ലേ കാണാനായിട്ട്. അവരെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവരുടേതായിട്ടുള്ളൊരു കലാപരിപാടിയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ സ്റ്റേജിലും ഓരോ ആൾക്കാരുടെ കലാപരിപാടികൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഫെസ്റ്റിവൽ തന്നെയാണ് ഇവിടെയുള്ള ഫെസ്റ്റിവൽ, പക്ഷെ വ്യത്യസ്തമാണ്. കണ്ടോ അയ്യോ ഇതാലേ മനോഹരമായിട്ടുള്ള കാഴ്ചകളാട്ടോ. നമ്മളിത് ഇവിടെ വന്നിട്ടില്ലായിരുന്നു, ഇതൊക്കെ മിസ് ചെയ്യായിരുന്നു. നല്ല രസമായിട്ട് ഇന്നലെ കണ്ടതുപോലെയല്ല. ഇന്നലത്തേക്കാൾ കൂടുതൽ ഡ്രസ്സിൻ്റെ സ്റ്റാളുകൾ ഓപ്പൺ ആക്കി നമുക്ക് കാണാൻ പറ്റും. ഇന്നലെ ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഇന്ന് കൂടുതലായിട്ട് ഡ്രസ്സിൻ്റെ സ്റ്റാളൊക്കെ തുറന്നിട്ടുണ്ട്. ഈ ഒരു പട്ടിക്കുട്ടനെ നോക്കിക്കേ. ഈ ഒരു പട്ടിക്കുട്ടനെ നമ്മൾ നേപ്പാൾ ഗഞ്ചിന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹസ്കീൻ്റെ കുഞ്ഞാന്ന് തോന്നുന്നുണ്ട്. നല്ല ക്യൂട്ട് പപ്പിയില്ലേ. അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ ലൈറ്റൊക്കെ വെച്ചിട്ട് ചിറകിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. ഈ കൊച്ചി തൊപ്പിയിട്ട് അതിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഡബിളാവും. ആ ഒരു സെറ്റപ്പ് ആട്ടോ, നല്ല രസമുണ്ട്. ഇന്നലത്തെ പവർഫുൾ സാധനമാട്ടോ വരുന്നത്. ലാസ്റ്റ് വീഡിയോനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം വരുന്നതായിട്ടുള്ളത്. പക്ഷേ ഇന്ന് കുറച്ചുകൂടി കൂടുതലാട്ടോ. 2-3 ആൾക്കാർ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇതിൽ. ഇതാ ഒരു പെണ്ണൊക്കെ കൂടിയിട്ടുണ്ട്. ഒരു തുള്ളലുണ്ടാവും ഇവിടെ, അത് കാണാൻ പറ്റും നമുക്ക്. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കണ്ടോ, ഓരോ ഷോപ്പിൻ്റെ ഒക്കെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഓരോ സ്ഥലത്തും ഇതേപോലെ കേട്ടോ, നല്ല അടിപൊളി ഹോട്ടലാണ്. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് അഫോർഡബിൾ അല്ലാത്ത രീതിയിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ. നോർമലി ടൂറിസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് കഴിക്കുക. സ്ട്രീറ്റിൽ നിന്ന് കുറച്ച് മങ്ങിയിട്ടാണ് ഉള്ളത്, ഇന്നലത്തെ പോലെയല്ല. ഇന്നലെ കുറച്ചും കൂടിയും അടിപൊളിയായിരുന്നു, കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ സ്റ്റോളുണ്ടോ? എനിക്കൊന്ന് കുറച്ചുകൂടി മുന്നോട്ട് ചെന്നിട്ടായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ചെന്ന് നോക്കാം, അപ്പോൾ കാണാൻ പറ്റുമായിരിക്കും.
ഇവിടെ കണ്ടോ ഇവരെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ടുള്ള കുറേ കഴിഞ്ഞ വീഡിയോൻ്റെ അത് കുറേ പേരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവർ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള കുറേ ചേച്ചിമാരാട്ടോ. ഇവിടെ എന്തോ പരിപാടി കഴിഞ്ഞ് വരികയെന്ന് തോന്നുന്നുണ്ട്. കുറേ ചേച്ചിമാരുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കാർ. കളർഫുള്ളാണ് ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ. നമ്മൾ കഴിഞ്ഞ വർഷം നാട്ടിൽ നിന്ന പോലെയല്ല, ഇപ്രാവശ്യം നല്ല അടിപൊളി കളർഫുള്ള് കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നാഗാലാൻഡ് നാട്ടാ വരുന്നത്. ഇത് നാഗാലാൻഡ് വരുന്നത്. ഇവിടെ നമ്മുടെ ഇവരെ ഷോപ്പും ഉണ്ട്. ഇവിടെ അപ്പുറത്ത് തോന്നുന്നതാണ്. പുള്ളിയുടെ സൗണ്ട് അല്ല കേട്ടത്, പുള്ളി ഡാൻസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഡാൻസിന്റെ സെയിം ആണെന്ന് തോന്നുന്നുണ്ടോ. പുള്ളിയുടെ എക്സ്പ്രഷൻ ഒന്നും മനസ്സിലാവില്ല. കറക്റ്റ് ഡാൻസ് ചെയ്യാട്ടോ. എനിക്ക് തെറ്റ് പറ്റിയതാട്ടോ. പുള്ളി തന്നെ പാടുന്നതാണ്, ഡാൻസ് അല്ല. പുള്ളി തന്നെ പാട്ട് പാടുന്ന കേട്ടോ. പുള്ളിയുടെ ഒരു കാല് വയ്യ, ഒരു കാല് പോയിട്ടുണ്ട്. പുള്ളി തന്നെ പാടാണ്, പറ്റുന്നല്ല. ഇവിടെ പിള്ളേരൊക്കെ ചെറിയ ചോട്ടകൾ വരെ വൈബാട്ടോ. സെറ്റല്ലേ. ഇവിടെ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ടാ ഫുൾ തുള്ളലാട്ടോ. ഇത് മറ്റേ ഹരേരാമിൻ്റെ ആൾക്കാരാണ്. ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. അവരൊരു ഇതാണ് ഫുള്ള് സൗണ്ടൊക്കെ വെച്ചിട്ട് പോവാണ്. ഇവിടെ ഫുട്ബോൾ കളിയാട്ടോ. അതായത് കോർട്ടിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടും. കുറേ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആർക്കും കിട്ടുന്നില്ല. ഇന്നലത്തെ കണ്ട മലപ്പുറത്തുള്ള പിള്ളേരെ കൊണ്ട് അടുപ്പിക്കായിരുന്നു. അപ്പോൾ ഇതിനുള്ളിൽ കയറിയായിരിക്കും തോന്നുന്നു. ചെറിയ ഗോൾ പോസ്റ്റ് ആട്ടോ. പക്ഷെ നമ്മളെ കേരളത്തിലുള്ള പിള്ളേരൊക്കെ അടിച്ചിടും. ഞാൻ അടിച്ചിടില്ല കേട്ടോ. ഇവിടെയും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ നടക്കുന്നത്. ഓരോ സ്ഥലത്തായിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ കലാപരിപാടികൾ കാണാൻ പറ്റും. ഇത് വേറൊരു പരിപാടിയാണ്. ഇവരെ ഡാൻസ് ആണെന്ന് തോന്നുന്നുണ്ട്. അവരുടെ ഡ്രസ്സും അതുപോലെ തന്നെ എല്ലാം കണ്ടോ, എല്ലാം വെറൈറ്റി അല്ലേ. ഇതുപോലത്തെ എന്താ പറയുക, ഇവരെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണിത്. ഈ സൈഡ് കണ്ടോ ഒരു പന്നിയോ പോർക്കാന്ന് തോന്നുന്നുണ്ട്. പോർക്കിനിട്ടിട്ട് വട്ടം കറക്കാട്ടോ ഇവര്. വൈൽഡ് ബിയർ ആട്ടോ അത്. ഒയ്യോ സീന്. അതുപോലെ മദ്യത്തിന്റെ എല്ലാ സാധനമുണ്ട്. വഴിയോരങ്ങളിലൊക്കെ ഇവര് മദ്യം വെക്കുന്നുണ്ട്. നമ്മുടെ നാട് പോലെയല്ല, എല്ലാ സ്ഥലത്തും മദ്യം വെക്കുന്നുണ്ട്. നമുക്ക് എല്ലാ സ്ഥലത്തും ഇതുപോലെ കാണാൻ പറ്റും. ഓരോ സ്റ്റാളിലാണെങ്കിലും കടകളിലാണെങ്കിലും എല്ലാത്തിലും. ചിക്കനൊക്കെ വറുത്തെടുത്ത് കണ്ടോ. ഇത് പന്നിയാട്ടോ. പന്നീൻ്റെ കാലങ്ങാനാണെന്നുണ്ട്. ലൈവ് പോർക്ക് ബാർബിക്യൂ ആണ്. ബീഡാ ഷോപ്പാട്ടോ ഇത്. കുറേ ടൈപ്പ് സാധനമുണ്ട്, മധുരമുള്ളതൊക്കെ ഉണ്ട്. അതുപോലെ ഇതാ ഇവിടെയൊക്കെ മറ്റേ എന്താ പറയുക, ടവല് ടൈപ്പിൽ ഇതാ ഈ ഒരു ടൈപ്പുള്ള ഡ്രസ്സിൻ്റെ എല്ലാം ഇവിടെ കിട്ടും. റോഡ് സൈഡിൽ മൊത്തം ഇങ്ങനത്തെ സെയിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പൈസ കുറവിനും ഉണ്ടാവും, കൂടുതലും ഉണ്ടാവും. നമ്മൾ നോക്കി വാങ്ങിയാൽ നമുക്ക് നല്ല സാധനം കിട്ടും. പക്ഷേ നമ്മൾ വാങ്ങുന്നില്ല, നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയുള്ളൂ. നമ്മളെ നാട്ടിലൊക്കെ ഇതുപോലെ കാണാൻ പറ്റുമോ? അതായത് ഇവിടെയൊക്കെ നമ്മളെല്ലാ ഷോപ്പിലും മദ്യം കിട്ടും. അതുപോലെ റോഡ് സൈഡിലൊക്കെ വിൽക്കാനുള്ള അനുമതിയും ഇവർക്കുണ്ട്. ചെറിയ ചെറിയ കടകളിലാണെങ്കിലും ഇവർ സെയിൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ സ്ട്രീറ്റിലും കൂടുതൽ, അതായത് പെട്ടിക്കടയിൽ വരെ എന്ത് സാധനം വേണമെങ്കിലും കിട്ടും. അതുകൊണ്ട് തന്നെ സ്ട്രീറ്റിലൊന്നും അതിൻ്റെ ഒരു പ്രശ്നവുമില്ല, പോലീസുകാരൊന്നും പറയുകയില്ല. മ്യൂസിക്കിനൊപ്പം ഡാൻസ് കളിക്കുന്ന കൊച്ചുങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടുത്തെ ഷോപ്പിന്റെ പേര് വെച്ചിട്ട് ഇവര് ഫ്ലെക്സ് പോലെ അടിച്ചതാണ്. ഇത് ഫ്ലെക്സ് അല്ല ശരിക്കും, ഇത് ഇവരെന്നെ എഴുതിയിട്ട് വലിച്ചു കെട്ടിയതാണ് വെള്ളത്തുണിയൊക്കെ. അങ്ങനെ നമുക്ക് കുറേ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ മോളിൽ അതിൻ്റെ പേരെന്തായിരുന്നു, ബുദ്ധമതത്തിൻ്റെ ഫ്ലാഗ് നമുക്കിങ്ങനെ എല്ലാ സ്ഥലത്തും കെട്ടിയതായിട്ട് കാണാൻ പറ്റും. കുറേ കടകൾ കണ്ടോ. ഇവിടെയൊക്കെ മദ്യം വിൽക്കുക കേട്ടോ. ശരിക്കും മദ്യം ഇങ്ങനെ റോഡ് സൈഡിൽ വിറ്റുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കേരളത്തിലൊന്നും ഇത് കാണാൻ പറ്റൂല. അങ്ങനത്തെ രീതിയിലാട്ടോ എല്ലാ സ്ഥലത്തും നമുക്കിത് ഇങ്ങനെ ഇതാ ഇവിടെ കണ്ടോ, ഇവിടെ ഇതേപോലെ തന്നെ വിൽക്കുന്നുണ്ട്. വഴിയരികിലൊക്കെ ഇതേപോലെ പാട്ടും മ്യൂസിക്കൊക്കെ വെച്ചിട്ട് വിൽക്കുന്നുണ്ട്. ഒരു ഷോട്ട് 2 ഷോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രയ്ക്കും സീനൊന്നും ഇല്ലാത്ത സ്ഥലമാണ് ഈ നേപ്പാൾ എന്ന് പറയുന്നത്. ചെറിയ ചെറിയ കടകളിൽ വരെ മദ്യം കിട്ടുന്ന സ്ഥലം കേട്ടോ. ഇതാ ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ഇതാ കണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് വിൽക്കുന്നത് കാണാൻ പറ്റും. ഇഷ്ടംപോലെ സ്ഥലത്തുണ്ട് കേട്ടോ ഇതുപോലെ. നമ്മളെ കേരളത്തിലത്തെ പോലെ അല്ല. ഇത് കണ്ടോ റോഡ് സൈഡിൽ ബിയർ വെക്കുക കേട്ടോ. അതുപോലെ ആൾക്കാരൊക്കെ
ഇഷ്ടം പോലെ ആയി തുടങ്ങിയിട്ടുണ്ട്, രാത്രിയായി. പക്ഷേ ഇവിടെ തണുപ്പൊന്നും അറിയുന്നില്ല. കുറേ ആൾക്കാരുള്ളപ്പോൾ തണുപ്പ് അധികം അറിയുന്നില്ല നമുക്ക്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ മദ്യ ഷോപ്പുകൾ. എല്ലാ സ്ഥലത്തും ഇതേപോലെ മദ്യ ഷോപ്പുകൾ കാണാം. ഇവിടെ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. ഇവിടെ റോഡ് സൈഡിലൊക്കെ ഇതാ ഫുഡിൻ്റെ കേട്ടോ, മോമോസും അങ്ങനത്തെ കുറേ ഉള്ള സാധനങ്ങളൊക്കെയാണ്. 200 കേട്ടോ ഇവിടെ. നമ്മൾ ആദ്യം കണ്ട സ്ഥലത്തൊക്കെ 150 ഇവിടെയൊക്കെ 200. ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 200, 150. വെജ് മോമോന് 150, ഫ്രഞ്ച് ഫ്രൈസിന് 250 പറഞ്ഞ്. ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ പൈസ കൂടി വന്നുകൊണ്ടിരിക്കുക. ഇതുണ്ടോ ഇവിടെ വലിയ രീതിയിലാണ്. ഇതാ ഇവിടെയുണ്ട്. അതുപോലെ ഇപ്പുറം കോഫി ഷോപ്പാണ്. മാറിപ്പോണ്ട. ഇവിടെയൊക്കെ പരിപാടി ഉണ്ടോ? ഇവിടെയൊക്കെ റോഡ് സൈഡിലൊക്കെ പരിപാടികളാട്ടോ. ഇവിടെയൊക്കെ കണ്ടോ ചൈനീസ് കാറാട്ടോ. അതായത് നമ്മളെ ചൈനീസിൻ്റെ ഇലക്ട്രിക് കാർ ഇവിടെ ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പ്രൊമോഷന് വേണ്ടിയിട്ട് മിക്കതും ഇവിടെ ചൈനീസ് വണ്ടികളും ചൈനീസിൻ്റെ ആൾക്കാരുമാണ് ഉള്ളത്. നമ്മളെ ഇന്ത്യൻ്റെ വളരെ കുറവാട്ടോ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഇന്ത്യക്കാരൊക്കെ ഇതിന് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സാധനങ്ങൾ സെയിലാവാൻ പറ്റിയ ഒരു ഇടമാണിത്. കാരണം അത്രയ്ക്കും ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പക്ഷേ തക്കാളി കിച്ചൺ ഉണ്ട് കേട്ടോ. അവിടെ തക്കാളി കിച്ചൺ എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ത്യക്കാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറേ സാധനം സെയിലാകും ചെയ്യും. പക്ഷേ ഇപ്പം ചൈനയുടെ കുറേ സാധനം നമ്മുടെ ഇങ്ങോട്ടേക്കുള്ള മാർക്കറ്റിൽ വരുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കുറേ സാധനങ്ങൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുതൽ നമ്മളെ ഇന്ത്യക്ക് ഇതൊരു തിരിച്ചടി ആയിരിക്കും നമ്മളെ ചൈനക്കാർ ഇങ്ങോട്ടേക്കുള്ള കയറ്റുമതിയുള്ള കാരണം. പാണ്ട കുഞ്ഞുണ്ട് കേട്ടോ. പാണ്ട കൈയൊക്കെ പിടിച്ചങ്ങ് കൊണ്ടുപോകും. എവിടെ ഇതിൻ്റെ പേര് ഡോറമോൻ. നമ്മുടെ പഴയ ഡോറമോനുണ്ട് നടന്നു വരുന്നത്. പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഹങ്കാമേനകത്തൊക്കെ ഡോറമോന്. അതുപോലെ പാണ്ട കൊച്ചൊക്കെ ഉണ്ട്. രണ്ടുപേരും കൂടി അടിയായിരിക്കും ഇവിടെ. ഇല്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ആര് എവിടെ? അതിൻ്റെ പേരെന്തായിരുന്നു? അയ്യോ, പിങ്ക് പാന്തർ അല്ല, പിങ്ക് കളറുണ്ട്. ഇത് വേറെ ടൈപ്പിൽ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിള്ളേരെ കളിപ്പിക്കുക. ഒരു കൊച്ചു തവറിന് ചാടി കളിക്കുക. ചാടു കൊച്ചേ. അത് പോവാ കേട്ടോ, അങ്ങോട്ടേക്ക് പോവാണ്. സീന് എന്താ പോനെ. ജോൺ വിക്കിന്റെ മുന്നേറി വെച്ചിട്ടാണല്ലോ. ഇടയ്ക്ക് കത്തിക്കും കേട്ടോ, ഒന്ന് വീണുപോയി. പവർ കേട്ടോ, പവർ സാധനമാണ്. ഇപ്പൊ ഊതും കേട്ടോ. ഊതുന്നേരം തീ വരുമ്പോ ഡ്രാഗൺ കുഞ്ഞാണ് തോന്നുന്നുണ്ട്. ഡ്രാഗൺ കുഞ്ഞാ, തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞ് വരുമ്പോഴേക്ക് അങ്ങ് പൊക്കാരേ. ഇവിടെ ഇതാ ഒരു ലൈറ്റ് വെച്ചിട്ടുള്ള കുട്ടിച്ചാത്തന്റെ പോലെ നിൽക്കുന്നുണ്ടോ. പാവം, ഞാൻ കൊച്ചിനും കുട്ടിച്ചാത്തനൊക്കെ വെച്ച്. ഇവിടെ ഇതാ തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞിന്റെ വലുതാ. കുഞ്ഞല്ലേ ഇത് അത്യാവശ്യം മൂത്ത കുഞ്ഞാണ്. അതാ തീ തുപ്പി. ഒന്നും കൂടി മനസ്സ് തീ തുപ്പിനെങ്കിലും കിട്ടിയാൽ സെറ്റായിരുന്നു. കഴിഞ്ഞു തോന്നുന്നു കേട്ടോ. ഇതാട്ടോ ഞാൻ പറഞ്ഞത്. റോഡ് സൈഡിലൊക്കെ മദ്യം വെക്കുന്നത് ഇവിടെയാണ്. കമോൺ വൺസ് മോർ. ഒരു തീതുപ്പല് ഇവിടെ കണ്ടോ. ഇവിടെ ഓൺ വോയിസിൽ ഓനെ പാട്ടിന് തന്നെ നൃത്തം ചൂട് വെച്ചിട്ടുള്ള 4 പെൺകുട്ടികളാട്ടോ നമ്മളെ കാണുന്നത്. 4 പെൺകുട്ടികളും അവരെ പാട്ടിനനുസരിച്ച് നൃത്തമൊക്കെയാണ്. അതുപോലെ തന്നെ ഇതാ ഇവിടെ കുറേ പേര് അതിനനുസരിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ പുറത്തായിട്ട്. പടകം പൊട്ടിച്ചു പോയതാ. നേരെ പടകങ്ങൾ വന്നോണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം കളർഫുള്ളായി. അടിപൊളി. എന്റെ മോനെ സീന്. പൊളി. 12 മണി ആയില്ലടാ. സമയായില്ലടാ. ഇനിയുണ്ട്. നൃത്തച്ചൂടുകൾ ആൾക്കാരെ കാണാൻ പറ്റും. അവരെ തന്നെ പാട്ടൊക്കെ വെച്ചിട്ട് അവരെ തന്നെ കൈകൊണ്ടൊക്കെ സൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാട്ടോ. അവരെ കാണാൻ പറ്റും നമുക്ക്. ഇവിടെ കുറേ ആൾക്കാർ അതിരുന്ന് കാണുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ പൈസ വാങ്ങും. നമുക്കങ്ങനെ നാട്ടിൽ നിന്ന് 2 ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. എവിടെയാ സ്ഥലം? എവിടെയായിരുന്നു? മലപ്പുറം കട്ടമ്പല. പേരെന്തായിരുന്നു? ലിയോൺ. ഇവർ 2 പേരും കൂടി ഇന്ന് പൊക്കാര വന്ന കേട്ടോ. അപ്പോൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അവർ വന്ന് നല്ല കാര്യമായിട്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാൻ നോക്കായിരുന്നു. പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് മിസ്സായി പോയിരുന്നു. ഇങ്ങോട്ട് വന്നത് എന്തായാലും നന്നായി.
നമ്മളെ കണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ എന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോ? ഇവിടെ കറങ്ങി എന്നിട്ട് എവിടൊക്കെ ഇറങ്ങി? കറക്റ്റ് ന്യൂ ഇയറിനാട്ടോ ഇവിടെ വന്നത്. അടിപൊളി. അപ്പൊ ന്യൂ ഇയറിന് പൊളിക്കാൻ വേണ്ടി വന്നതാണ് പൊക്കാരെ. നമ്മളെ ഇങ്ങോട്ടേക്ക് വന്നത് ഇതാ 5 ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ സൈക്കിളും കൊണ്ട് ലേക്ക് സൈഡിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാട്ടെ. ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ അവിടെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ കറക്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇവർ വരികയും ചെയ്ത്. ഇനി നമുക്ക് കുറച്ച് പുറത്തോട്ടേക്ക് ഇറങ്ങാം. ഞങ്ങളിതാ പൊക്കാര ലേക്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവരെയും കൂട്ടി നടത്തിച്ച് കൊണ്ടുവന്നാട്ടോ. കുറെ ദൂരം 1.5 കിലോമീറ്റർ നമ്മളെ സൈക്കിൾ ഇവരെ ഷോപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഭയങ്കര സൗണ്ടാണ് പാട്ടിന്റെ ഒക്കെ ആയിട്ട്. എല്ലാ സ്ഥലത്തും ഇതേപോലെ ഉണ്ട്. ഫുള്ള് സ്ട്രീറ്റ് ആട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കാണിച്ച സെയിം സ്ഥലം തന്നെ അല്ലേ? നിങ്ങൾ ഇത് സ്ട്രീറ്റൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നോ? നേരത്തെ വന്നപ്പോ ഫുഡിന്റെ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇത്രയും തിരക്കില്ലായിരുന്നല്ലേ? ഇനിയിപ്പോ രാത്രി അടിപൊളിയായിരിക്കും. നിങ്ങൾ പോവല്ലേ? നിങ്ങൾ പാർട്ടി ചെയ്യാൻ പോവാൻ ഒരു വേറെ സ്ഥലത്ത് പോവാട്ടോ. അപ്പൊ ഞങ്ങളാണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഇവരൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവരെ ഷോപ്പിൽ നിന്ന് നമ്മൾ 3 മണി 4 മണിക്കൊക്കെ പോവുള്ളൂ. അതുവരെ നമ്മൾ ഇവിടെ തന്നെ നിൽക്കും. 5 മൊബൈലിന്റെ സാധനമൊക്കെ വെച്ചിട്ട് നടക്കുന്നുണ്ട്. ഇതാ ഇവരെ തന്നെ ആൾക്കാരിതാ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ട പോലെ തന്നെ സൗണ്ടൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് പോകാട്ടോ. ഫുൾ വൈബായിരിക്കും കേട്ടോ. അവൻ ന്യൂ ഇയർ പൊക്കാരയിൽ അടിച്ചു പൊളിക്കണം. എൻജോയ്. അങ്ങനെ നമ്മളെ കണ്ട ആൾക്കാർ പോയി. ഇപ്പം വേറെ 2 മലയാളി സാധ്യത മുമ്പിൽ നടക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇന്നലെ കിട്ടിയതാണ്. ഇന്നലെ വീഡിയോ നിർത്തില്ലായിരുന്നു. ഇവിടെ ജനസാഗരാട്ടോ നമ്മുടെ പൊക്കാര ലേക്ക് സൈഡിൻ്റെ സെരുവിലൂടെ നടന്നു പോകുന്നത്. ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ആൾക്കാരാണ്. ഫുള്ള് ആൾക്കാരാട്ടോ. അപ്പൊ ഇതാ ഇവരാണ് നമ്മളെ പുതിയ മലയാളീസ് 2 പേര്. അപ്പൊ നമ്മള് സെരുവിൽ കൂടി നടന്ന് നോക്കിക്കൊണ്ടിരിക്കുക ലേക്ക് സൈഡില്. ഇന്ന് ന്യൂ ഇയർ നമുക്ക് ഫുള്ള് ജനങ്ങളോടെ തന്നെ ആഘോഷിക്കാൻ പറ്റും കേട്ടോ. നേപ്പാളിലെ ജനങ്ങളോട് പോർക്കൊക്കെ ചുട്ട് പൊരിക്കുന്നുണ്ടോ? പോർക്ക് നിർത്തി പൊരിച്ചാട്ടോ. അത് കാട്ടുപന്നീനെ നിർത്തി പൊരിച്ചതാണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇന്നലെ കണ്ട പോലെ ഒന്നുമല്ല. ഇന്ന് ഭയങ്കര ജനങ്ങളാട്ടോ. ഇഷ്ടം പോലെ ജനങ്ങൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ തെരുവോരങ്ങളിൽ. ഇവിടെ ഇപ്പം ജനങ്ങൾ കൂടിയിട്ടോ. നേരത്തെ കണ്ട പോലെ ഒന്നല്ല. കണ്ടമാനം ജനങ്ങളായി. 12 മണിയാകുമ്പോഴത്തേനും വെടിക്കെട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരക്കി കൂടുതൽ സൈഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെടിക്കെട്ട് കാണുന്നുള്ള പ്രതീക്ഷയിൽ കുറേ സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കി. അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാവരും കൂടി വെടിക്കെട്ട് നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് മന്ദം ഒച്ചയുണ്ടാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഘോഷാട്ടോ, ആഘോഷം. അങ്ങനെ നമ്മൾ 2024 കഴിഞ്ഞ് 2025ലേക്ക് പോകുന്നത് ആഘോഷങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പുതിയൊരു കൊല്ലത്തേക്ക് പോവാണ്. പക്ഷെ ഒരു മാറ്റവും ഇല്ല. ലൈഫ് അതേപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി പരിപാടി കേട്ടോ. എല്ലാ സ്ഥലത്തും പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വെടിക്കെട്ട് കൂടി കണ്ടിങ്ങനെ സമാധാനം, സംതൃപ്തി, സന്തോഷം. ഈ ഒരു ഗ്രൗണ്ടിലാന്ന് തോന്നുന്നത്. ഇത് ഗ്രൗണ്ടല്ലാന്ന് തോന്നുന്നു. എന്നാൽ അവിടെ എവിടെയാണ് വെടിക്കെട്ട് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറേ ആൾക്കാർ കാത്തിട്ടുണ്ട്. അതുപോലെ ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ട് വണ്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലൈറ്റൊക്കെ കത്തിച്ചിട്ട് ബലൂൺ കൊണ്ടുവന്നുണ്ടോ? ഇന്ന് പൊളിക്കും. ഫുള്ള് കളറാട്ടോ. പിള്ളേരൊക്കെ തലയിൽ വെച്ച് കൊണ്ടുവന്നുണ്ടോ? ഫുള്ള് കളർഫുള്ളാണ്. ഇഷ്ടം പോലെ ജനങ്ങളാട്ടോ. ഫുള്ള് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഉണ്ട് ഇത്. ഈ ഫിബ ലേക്കിൻ്റെ സൈഡിലുള്ള റോഡ് മൊത്തം ഫുള്ളായിട്ടാണ് ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് കണ്ടാൽ ആ ഒരു സംഭവം മനസ്സിലാക്കാൻ പറ്റും. ഗ്യാലറിയിൽ വന്നിരിക്കുക കേട്ടോ. അതായത് ഏതെല്ലോ കടയുടെ അങ്ങനെ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് 12 മണി പുതിയൊരു കൊല്ലത്തേക്കുള്ള വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ സീനൊന്നാണെങ്കിൽ ഇവിടെ മൊത്തം വയറാ. വെടിക്കെട്ടിൻ്റെ ഉള്ളിൽ വയറൊക്കെ പടക്കം പൊട്ടി തുടങ്ങി. ഇനിയാണ് ന്യൂ ഇയർ. അപ്പൊ പടകം പൊട്ടുന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ബേക്കുന്ന് വരുന്നു വിചാരിക്കുന്നത്. പടകം പൊട്ടിച്ചു പോയതാ. നേരെ പടകങ്ങൾ വന്നോണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം കളർഫുള്ളായി. അടിപൊളി. എന്റെ മോനെ സീന് പൊളി. 12 മണി ആയില്ലടാ. സമയമായില്ലടാ. ഇനിയുണ്ട്.
കഴിഞ്ഞു തോന്നട്ടോ. ഇനി അപ്പുറത്തെ പറമ്പെന്നാണ് തോന്നുന്നുണ്ട്. നമ്മൾ താഴെ വന്നപ്പോൾ ഇങ്ങനെ വെടിവെച്ചൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പുതിയൊരു കൊല്ലത്തിലേക്ക് കടന്നിരിക്കുകയാണ്, 2025ലേക്ക്. അതിൻ്റെ ആഘോഷമാട്ടോ നമ്മളിപ്പം കണ്ടത്. ഇനി മൊത്തം മാറി, കളികൾ മാറും, കഥകൾ മാറും, നമ്മളും മാറും. ജനസാഗരാട്ടോ ഇവിടെയൊക്കെ. എത്ര ജനങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് ജനങ്ങളാണ്. പൊക്കാരയുള്ള എല്ലാ ജനങ്ങളും ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത്രക്കും ജനസാഗരമാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ വലിയൊരു ദൃശ്യമാട്ടോ കണ്ടോണ്ടിരിക്കുന്നത്. എത്ര ആൾക്കാരാണ് ഈ റോഡിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ സീനാട്ടോ. എന്നാലും കൊള്ളാം. നമ്മൾ പുതിയൊരു ന്യൂ ഇയർ പുതിയൊരു രാജ്യത്ത് നമ്മൾ ആഘോഷിക്കാൻ പറ്റിയതിന് സന്തോഷത്തിലാണുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ 2024 കഴിഞ്ഞ് 2024 ട്രാവലിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മളെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ചത്ത അവസ്ഥയിലാണുള്ളത്. വീഡിയോ ഇട്ടിട്ടും ഒന്നും സംഭവിച്ചൊന്നുമില്ല. കുറേ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ട്രാവലിംഗ് അടിപൊളിയായിരുന്നു. ബേക്കിലൊക്കെ അടിപൊളി സ്ഥലത്തല്ലേ. അങ്ങനെ പുതിയൊരു രാജ്യത്ത് പുതിയൊരു കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരിക്കുകയല്ലേ. അതെ, അടിപൊളി. ഇനി കുറെ നല്ല വീഡിയോസ് ഉണ്ടാവും നമ്മളെ ചാനലിൽ. ഇത് കണ്ടോ, ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇവരുടെ പേരെന്തായിരുന്നു? ലക്ഷ്മി ആവണി കേട്ടോ. ലക്ഷ്മി ആവണിയാണ്. നാട്ടിൽ നിന്ന് വന്നിട്ട് ആഘോഷങ്ങൾ കാണാൻ പോകാൻ ഞങ്ങൾ നടത്തിച്ച് ഒരു വയ്യാതാരാക്കി വെച്ചിട്ടുണ്ട്. പടകം പൊട്ടിക്കുന്ന കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നടത്തിച്ചാണ് കുറേ ദൂരങ്ങൾ. രണ്ടുപേരും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ജനങ്ങളൊക്കെ പൊക്കോണ്ടിരിക്കുക, മടങ്ങിക്കൊണ്ടിരിക്കുക, അവരവരുടെ വീട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒന്നും പോവില്ല. നമ്മൾ നേരത്തെ നമ്മളെ കടയിൽ പോയിട്ട് കുറച്ച് നേരം ഇരിക്കും, എന്നിട്ട് അവരോട് പാട്ടോ പോവുക. പൊക്കാരയിലടി ലേക്ക് സൈഡിലടി സീനാട്ടോ. ഏതാ വൈബോക്കി പോയ ആൾക്കാരൊക്കെ കൂടിയിട്ട് അടികൂടാണ്. നമ്മളിവിടെ തിരിച്ചു വന്നതാട്ടോ, നമ്മളെ കാട്ടി റോഡിൻ്റെ സ്ഥലത്ത് അല്ലേ. അവിടുന്ന് പിള്ളേര് ചോട്ട നമ്മളെ ഓർമ്മ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ കൊച്ചിനൊക്കെ നമ്മൾ ഇവിടെ ആയിരുന്നു ടെൻ്റ് അടിച്ചതാ. ആ കാണുന്ന സ്ഥലത്തായിരുന്നു ആദ്യം ടെൻ്റ് അടിച്ചത്. 2 ദിവസം ഇവർ നല്ലപോലെ നമ്മളെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടത്തേക്കൊന്ന് ജസ്റ്റ് വന്നതാണ്. നമ്മൾ കാട്ടിലോളും കഴിക്കുക, ഇവരൊന്ന് കാണാൻ ചെയ്യാൻ നോക്കിയിട്ട് നമ്മളെ ചോട്ടനെ കാണണമെങ്കിൽ ആദ്യത്തെ വീഡിയോ എടുത്ത് നോക്കിയാണ്. സൈക്കിളൊക്കെ എടുത്ത് ഞങ്ങളെ യാത്ര തുടങ്ങി കേട്ടോ. 1 മണിയെങ്ങാനായി. ഞങ്ങൾ ഇവിടുന്ന് ചലിക്കാൻ പോവാണ്. പൊക്കാര വിടാൻ പോട്ടോ. നീണ്ട പൊക്കാരയുടെ ജീവിതം അവസാനിപ്പിച്ച് ഞങ്ങൾ സൈക്കിൾ എടുത്തിട്ട് പോകാൻ പോവാണ്. അവരുടെയൊക്കെ ബൈ പറഞ്ഞു കേട്ടോ, ആമ ബിരിയാണീസിൻ്റെ കൂടെയൊക്കെ. എന്നിട്ടാണ് ഇറങ്ങിയത്. പൊക്കാര വിടാനായ സമയത്ത് ഇതാ അന്നപൂർണ്ണ മൗണ്ടൻസൊക്കെ പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മളങ്ങനെ പൊക്കാരയോട് വിടവാങ്ങാണ്. ഈ നായി റോഡിൽ നിന്ന് തന്നെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പൊക്കാരയോട് വിടപടന്നിട്ട് നമുക്ക് നേരെ ചിത്വാനിലേക്ക് വെച്ച് പിടിക്കണം. റോഡെങ്ങനെയുണ്ട്? ഫുള്ള് ചാളി പിടിച്ച റോഡാട്ടോ, ഒരു രക്ഷയില്ല. സീൻ റോഡാണ്. നമുക്ക് മര്യാദക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ഫുള്ള് വണ്ടികളും ട്രാഫിക്കുമാണ് ഇവിടെ മൊത്തമായിട്ട്. നിങ്ങൾക്ക് അങ്ങ് കണ്ടാൽ മനസ്സിലാവും. ഫുള്ള് ഓഫ് റോഡും ഫുള്ള് വണ്ടികളും. റോഡ് മൊത്തം ട്രാഫിക്കായിട്ട് ഇതാ. കഷ്ടപ്പാടും ദുരിതാന്ന് ഞങ്ങൾ പറയുന്നത്. വെള്ളത്തിലൊക്കെ ചവിട്ടി നോക്കിക്കുക. ഈ ഒരു ഇറക്കമൊക്കെ തള്ളിയിട്ടാണ് വരുന്നത്. ഇവിടെ മൊത്തം ബ്ലോക്കാണ്. നമുക്ക് തള്ളാൻ പോലും സ്ഥലമില്ല. അപ്പോൾ സൈഡിൽ കൂടിയൊക്കെ തള്ളിയാണ് ഞങ്ങൾ പോകുന്നത്. സൈക്കിൾ അവിടെ നിർത്തിച്ചിട്ട് അവിടെ സൈക്കിള് തള്ളാൻ വേണ്ടിയില്ല. സൗണ്ട് ഭയങ്കര കേട്ടോ. ഇവിടെയൊക്കെ നമ്മളെ നാട്ടിലത്തെ പോലെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. റോഡിൻ്റെ ഒരു ഭാഗം ഇടക്ക് നല്ലതായിരിക്കും, ഒരു ഭാഗം ഓഫ് റോഡായിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് റോഡ് മൊത്തം. ഇത് ഏതോ പൊക്കാരേൻ്റെ സൈഡിൽ തന്നെയുള്ള ഏതോ ഒരു വലിയ വലിയ ടൗണുകളാട്ടോ. നമ്മൾ ആദ്യം പൊക്കാരയിലേക്ക് ഇറങ്ങിയ സമയത്ത് കണ്ടില്ലായിരുന്നു കുറേ ടൗണുകൾ. അതുപോലത്തെ ടൗണുകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. നമുക്കിതാ ഇവിടുന്ന് മൗണ്ടൻസ് കാണാൻ പറ്റും. നമ്മൾ അന്നപൂർണ്ണയായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അന്നപൂർണ്ണ 2 or 3 എങ്ങാനാന്ന് തോന്നുന്നു. അതിങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. ഒരു ഏത് സ്ഥലം എന്നൊന്നും അറിയില്ല. ഇവിടെ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട് കണ്ടോ. അവിടെ തൊട്ടിലൊക്കെ കാണാൻ പറ്റും, ആകാശ തൊട്ടിൽ അതൊക്കെ കാണുന്നുണ്ട്. വണ്ടിയൊക്കെ ബ്ലോക്ക്. അവിടെ ഫുള്ള് ട്രാഫിക്കല്ലേ, മൊത്തം പൊടിയും ട്രാഫിക്കും ഒക്കെയാണ്. നമ്മളപ്പോൾ മഞ്ഞുമല കണ്ടുകൊണ്ട് ഇവിടെ ഒരു ചായ പിടിക്കാൻ വേണ്ടി കയറിയതാണ്. മഞ്ഞുമല നമുക്ക് ദൂരെ ഇങ്ങനെ കാണാൻ പറ്റും. മഞ്ഞുമലകൾക്കിടയിലൂടെ കേട്ടോ ഞങ്ങൾ പൊട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു മഞ്ഞുമല കേട്ടോ. അന്നപൂർണ്ണ റീജിയനാണ്. നമ്മളപ്പോൾ എവിടെ എത്തിയത്? സംവേർ ഇൻ ദി നേപ്പാൾ. ഞങ്ങൾ ഇന്ന് 25 കിലോമീറ്ററുകളാണ് സഞ്ചരിച്ച്. അപ്പോൾ സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടെൻ്റ് അടിക്കാൻ പോവാം കേട്ടോ.
അതെ, അവിടെ ഒരു വലിയൊരു മലയുണ്ട് കേട്ടോ. ആ മലേന്റെ താഴത്തേക്ക് പെട്ടെന്ന് പോയി രാത്രിയാവും. പിന്നെ ടെന്റ് അടിക്കാനുള്ള സ്ഥലവും നോക്കേണ്ടത്. ഇവിടെ ഒരു നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു മൈതാനം കണ്ട് അങ്ങനെ ഇവിടെ ടെന്റ് അടിക്കാന്ന് വിചാരിച്ചില്ലേ. ഇവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞ് വെള്ളമൊക്കെ ഇവിടുന്ന് തരാം, അതുപോലെ തന്നെ ടോയ്ലറ്റും ഇവിടുന്ന് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അടിപൊളിയായി, സന്തോഷമായില്ലേ? അതെ. ഇനി ഞങ്ങളെ ഇന്ന് ടെന്റ് അടിക്കൽ ഇവിടെയാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ സൈക്കിൾ യാത്ര കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു പുള്ളിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. നമുക്ക് പുള്ളീനെ കാണിച്ചാൻ പറ്റുമോ നോക്കി നോക്കാം. കാണുന്നില്ല കേട്ടോ. നമ്മളിവിടെ ടെന്റ് അടിക്കാൻ നോക്കിയപ്പോൾ ഒരു പുള്ളി വന്നിട്ട് ഞങ്ങൾ പുള്ളിയുടെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. ടെന്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ വന്ന് വിളിച്ചാട്ടോ. ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ നോക്കുകയാണ്. പിന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പിള്ളേര് നമ്മളെ കാണാൻ വന്ന കേട്ടോ. तुम्हारा नाम क्या है? कुशाल. इसका नाम बंदी. क्या? क्या? अभिनय. ओ, इधर से है आप. ये गांव का नाम क्या है? हलिदी. ഓ, 2 ചോട്ടകൾ നമ്മളെ ടെന്റും സൈക്കിളൊക്കെ കാണാൻ വന്നത്. ഓക്കെ, ബൈ. സൂര്യനസ്തമിച്ച്. അപ്പോൾ സൈക്കിൾ നമ്മളിവിടെ ലോക്ക് ചെയ്യാം. പിന്നെയും നമ്മൾ ടെന്റ് അടിച്ചു കേട്ടോ. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളീനെ വിശ്വസിക്കണ്ടെന്ന് പറഞ്ഞു. ആ പുള്ളി കള്ളനാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ നാട്ടുകാർ മൊത്തം നമ്മൾ അങ്ങോട്ടേക്ക് ഇല്ലേ, നാട്ടുകാർ മൊത്തം സീനായിരുന്നു. എല്ലാവരും നമ്മളെ പിടിച്ചു വെച്ചിട്ട് നമ്മളോട് പറഞ്ഞു ഇവിടെ തന്നെ ടെന്റ് അടിച്ചാൽ മതി, അങ്ങോട്ടേക്ക് പോകണ്ട, അങ്ങോട്ടേക്ക് പുള്ളീനെ വിശ്വസിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഇവിടെ തന്നെ ടെന്റ് അടിച്ച്. അപ്പോൾ ഈ പിള്ളേർ വന്നിട്ട് നമ്മൾ സംസാരിച്ചേട്ടാ. നമ്മളിപ്പോൾ നിൽക്കുന്നിടത്തുള്ള ഒരു വ്യൂ ആട്ടോ ഇത്. ഫുള്ള് കോട കയറി കിടക്കുക. ഇത് ശരിക്കും താഴെയുള്ള ഒരു പ്രദേശമാണ്. നമ്മൾ പൊക്കാരയുള്ളതിനെക്കാട്ടിയും താഴെയുള്ള ഒരു പ്രദേശമാട്ടോ. അവിടെയാണ് ഇങ്ങനെ കോടയൊക്കെ കയറിയിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ മുകളിൽ ഹൈറ്റിലെത്തുന്ന നേരം അവിടെ കോടയൊന്നും ഉണ്ടാവില്ല, തണുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ താഴോട്ട് എത്തുമ്പോൾ കോടയും വരും, ഒരുമാതിരി കുത്തുന്ന ടൈപ്പ് തണുപ്പും വരും. അത്രയും തണുപ്പില്ലെങ്കിലും ഭയങ്കര ഒരു വേറൊരു വെറൈറ്റി ടൈപ്പാട്ടോ ഇവിടുത്തെ തണുപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് ടെന്റ് അടിച്ചത് ഇതിനുള്ളിലായിരുന്നു കേട്ടോ. നോക്കിക്കേ, എൻ്റെ ലാസ്റ്റ് മറ്റേ പുള്ളിയൊക്കെ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ ഈ ശരിക്കും കക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒന്നും അല്ല ശരിക്കും നോക്കിയത്. കേരളത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്ന്, അതുകൊണ്ടാണ് സഹായിക്കുന്നതെന്നൊക്കെ കുറേ പറഞ്ഞു. ഇവിടുത്തെ നാട്ടുകാരാണ് അവിടെ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തടുത്തത്. എന്നാലും കുറേ ആൾക്കാർ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്നത്. ഒരാൾക്കാരൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾ പോകുമായിരുന്നു. പക്ഷെ കുറേ ആൾക്കാർ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ ടെൻ്റ് അടിച്ചത്. ഇതാട്ടോ നമ്മുടെ സ്ഥലം. മുകളിൽ നോക്കിക്കേ, ഫുള്ള് കോടയാട്ടോ. സമയം 9:30 എന്നിട്ടും കോടയൊന്നും പോയിട്ടില്ല. ഞങ്ങൾക്ക് വേഗം പാക്ക് ചെയ്യാനുണ്ട്. ഫുഡ് ഉണ്ടാക്കിയതാട്ടോ, ഓട്സ് ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇതാ, എങ്ങനെയുണ്ട് ഓട്സ്? ഓഹോ, ഞാൻ ഉണ്ടാക്കിയതും പോരാ, എന്നിട്ട് ഓട്സിന് മെച്ചമില്ലാന്ന്. പക്ഷെ ഓട്സ് റെഡി ആയിട്ടില്ല, എന്തോ ഒരു ടൈപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വേഗം കഴിച്ചിട്ട് നമുക്ക് പോകണ്ടേ? തണുപ്പാട്ടോ ഇവിടെ നല്ല. അപ്പോൾ വേഗത്തിൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പോകണം. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സൈക്കിളിനോടെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെൻ്റൊക്കെ മടക്കില്ലേ, ഇത് കണ്ടോ, 5 കണ്ടോ, ഫുള്ള് മാസ്കും ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നല്ല തണുപ്പാട്ടോ. കൈയൊക്കെ ഇങ്ങനെ മരവിക്കുന്നുണ്ട്. ഇവിടുന്ന് സൈക്കിൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേറെ ഡ്രസ്സ് ഒന്നും ഇടാത്തത്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും, ന്യൂ ഇയർ ആഘോഷവും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ വീടിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ തെരുവോരത്ത് മദ്യവും അതുപോലെ തന്നെ പടക്കവും പിന്നെ കുറേ സ്റ്റാളുകളും കുറേ ആൾക്കാരും ആഘോഷങ്ങളൊക്കെ ആയിരിക്കും ഈ വീടിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അടുത്ത് നമ്മൾ ഗ്രാമങ്ങളിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് അല്ലേ. അപ്പോൾ പുതിയ പുതിയ കാഴ്ചകളായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്താൻ പോവാണ്. അടുത്ത നല്ല നല്ല കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.